വയനാട് പുനരധിവാസം ലോകോത്തരമായിരിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഭേദചിന്തയുമില്ലാതെ ഒറ്റക്കെട്ടായി കേരളം ദുരന്തത്തെ നേരിട്ട രീതി പുറംലോകം ശ്രദ്ധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ ദുരന്തങ്ങളുണ്ടായപ്പോൾ കേന്ദ്രം കേരളത്തോട് സ്വീകരിച്ച നിലപാട് ആവർത്തിക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ വേദനിക്കാത്ത ആരുമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തെ നേരിടുന്ന കാര്യത്തിൽ കേരളത്തിന്റെ പ്രത്യേകത ഈ ഘട്ടത്തിൽ പുറം ലോകം ശ്രദ്ധിച്ചു. ഒരു ഭേദചിന്തയുമില്ലാതെയാണ് നാട് ദുരന്തത്തെ നേരിട്ടത്. ചില അപശബ്ദങ്ങളുണ്ടായെങ്കിലും ആരും മുഖവിലക്കെടുത്തില്ല. ഫലപ്രദമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിലായിരിക്കും ഇനി സർക്കാരിൻ്റെ ശ്രദ്ധ. വയനാട് പുനരധിവാസം ലോകോത്തരമായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാം അവിടെ ഫലപ്രദമായ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിലും കൃത്യമായ സമവായങ്ങളുണ്ടാവും. എല്ലാവരുമായും ആലോചിക്കും. എങ്ങനെയുള്ള നടപടികളിലൂടെ പുനരധിവാസം വേണം എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തും. ഒരു കാര്യം ഉറപ്പ്, നാം ഏർപ്പെടുത്തുന്ന പുനരധിവാസം ലോകോത്തരമായിരിക്കും. ലോകത്തിൻ്റെ എല്ലാ മാതൃകകളും നാം അതിനായി സ്വീകരിക്കും. വയനാട് പുനരധിവാസത്തിന് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ നേരത്തെയുണ്ടായ ദുരന്തങ്ങളിൽ കേന്ദ്ര സഹായം ലഭിച്ചില്ല എന്നതാണ് അനുഭവമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നമുക്ക് നമ്മുടെ നാട് തന്നെയുള്ള കുറവ് നമ്മുടെ ഖജനാവിന് വേണ്ടത്ര ശേഷിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യമായ സഹായം ലഭ്യമാകണം. കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഒരു അനുഭവം സഹായം ലഭിച്ചതല്ല. വലിയ ദുരന്തത്തിന് അതിന് പറ്റിയ രീതിയിലുള്ള സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ പുതിയ ദുരന്തഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിന്നുകൊണ്ട് സഹായിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസായ മുനയംകുന്ന് രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.